വടക്കൻ കേരളത്തിന് പിന്നാലെ മധ്യ കേരളത്തിലെ ദേശീയപാതയിലും വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു. തൃശൂർ ചാവക്കാടാണ് റോഡിൽ വിള്ളൽ കണ്ടെത്തിയത്. ദേശീയപാത 66 മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിൽ ടാറിട്ട ഭാഗത്താണ് വിള്ളൽ. ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരുമൊക്കെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ, വിള്ളലൊക്കെ ഇപ്പോൾ തൃശ്ശൂരിലും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് തരത്തിലാണ് വിള്ളൽ? അത് പരിഹരിക്കാനുള്ള ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ ഇനി? സ്വാതി, ഇന്നലെ രാത്രി മുതൽ പ്രദേശത്ത്, അതായത് ചാവക്കാട് മേഖലയിൽ അടക്കം കനത്ത മഴ പെയ്തിരുന്നു. ഇന്നലെ പകൽ സമയത്തും പുലർച്ചെയും ഒക്കെയായി കനത്ത മഴയാണ് ജില്ലയിലുടനീളം പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്ത് ഇത്തരത്തിൽ 50 മീറ്ററോളം നീളത്തിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ദേശീയപാതയുടെ നിർമ്മാണം നടന്നു വരുന്ന മേഖല കൂടിയാണ് ചാവക്കാട് അടക്കമുള്ള ജില്ലയുടെ തീരദേശ പ്രദേശങ്ങൾ. പക്ഷേ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ വലിയ വിള്ളൽ ഉണ്ടാവുകയും അത് റോഡിലേക്ക് അത് വലിയ നീളത്തിൽ തന്നെ വ്യാപിക്കുകയും ചെയ്തത് ആശങ്കകൾക്കിടയുണ്ടാക്കുന്നുണ്ട്. നിർമ്മാണത്തിലെ അപാകതകളാകാം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയതെന്നുള്ള അടക്കം പറച്ചിലുകൾ അടക്കം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകൾ കൂടി ഇതിന്റെ ഭാഗത്ത് ഇതിന്റെ കാരണം കണ്ടെത്താൻ നടത്തേണ്ടതുണ്ട്. എങ്കിൽ പോലും ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിള്ളലുണ്ടാക്കുന്നതിന് കാരണമായതെന്നുള്ളതാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് പകലുമായാണ് ഈ പ്രദേശത്തെത്തിയ ആളുകൾ ഇത്തരത്തിൽ ഈ വിള്ളൽ കണ്ടെത്തുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അടക്കം നടത്തേണ്ടതുണ്ട്. ഇതുവരെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്ത മേഖലയും മറ്റുമാണിത്. ഇവിടെ ഒരു പാലം കൂടിയുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇത്തരത്തിൽ വിള്ളൽ കണ്ടെത്തിയത് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും നിലവിൽ ഗതാഗതം ഇതുവഴി കടന്നു പോകാത്തതിനാൽ വലിയ പ്രശ്നങ്ങളില്ല. നേരത്തെ ഇവിടെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്ത പാലത്തിന് സമീപം ഇവിടെ ഒരു ട്രെയിൻ മറിഞ്ഞുണ്ടായ സർവീസ് റോഡ് ഇടിഞ്ഞ് ക്രെയിൻ മറിഞ്ഞുണ്ടായ ഒരു അപകടം പോലും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് വീണ്ടും വിള്ളൽ ഉണ്ടായിരിക്കുന്നത് പ്രശ്നങ്ങൾ, ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും പരിശോധന നടത്തി കൃത്യമായ ഔദ്യോഗികമായിട്ടുള്ളൊരു വിവരം ലഭിക്കാതെ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമാക്കുക കഴിയില്ല. ഏതായാലും ദേശീയപാത അതോറിറ്റിയുടെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ നേരം പുലർന്ന് കഴിയുമ്പോഴേക്കും ഇവിടേക്ക് എത്തണമെന്നുള്ള ആവശ്യം ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അവർ എത്തി പരിശോധന നടത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെയാണ് അവരോട് എത്രയും വേഗം ഇവിടെ എത്താനുള്ള ഒരു നിർദ്ദേശം ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല സ്ഥലങ്ങളിലായി കണ്ട മലപ്പുറത്തും കണ്ണൂരിലും മറ്റുമായി കണ്ടിട്ടുള്ള ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണത്തിലെ തകരാറുകളും പ്രശ്നങ്ങളും തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ